Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോൺ വെജ് റെസിപ്പി തന്നെയാണ്. പക്ഷേ അത് ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ഗസ്റ്റിനെ വിളിച്ച് വരുത്തിയേച്ച് വെജ് കൊടുക്കുന്നത് പൊതുവേ ഇച്ചിരി മോശമാണെന്ന് തോന്നുന്നു. മോശമൊന്നുമല്ല, എന്നാ മോശമാണ് അല്ലേ? പക്ഷേ എന്നാന്നറിയാവോ, പിന്നെ വരുന്നവരാന്നേലും ഈ പറഞ്ഞ കൂട്ട് പറയുന്നത് ഒരു നോൺ വെജിനോടാന്നു പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ നോൺ വെജ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്നാന്നറിയാവോ, ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കറിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലുള്ള സാധാ നാടൻ കറിയല്ല ചെയ്യുന്നത്. പക്ഷേ എന്നാൽ നാടൻ കറിയായിട്ട് കുറച്ച് റിസംബ്ലൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എത്ര നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാലും കറിയെല്ലാം ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. പിന്നെ ടേസ്റ്റ് മാത്രം ഒരു ശകല വ്യത്യാസം വരും. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡിഫറൻസ് വരും എന്നല്ലാതെ ഒരുപാട് വ്യത്യാസമൊന്നും വരികയില്ല. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് രാജസ്ഥാനി മട്ടൺ കറിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു മട്ടൺ കറിയാണ്. മീറ്റിൽ ഏറ്റവും ബെസ്റ്റ് കറി എന്ന് പറയുന്ന മീറ്റിൽ ഏറ്റവും ബെസ്റ്റ് മീറ്റ് എന്ന് പറയുന്ന മട്ടണാണ്. മട്ടൺ വെച്ചിട്ട് നമ്മളൊരു ബിരിയാണി ചെയ്യുവാന്നേലും ഒരു കറി ചെയ്യുവാന്നേലും ഒരു സ്റ്റൂ ചെയ്യുവാന്നേലും ബാക്കി മീറ്റിനെക്കാട്ടിലും ഏറ്റവും സ്വാദ് ആ കറിക്ക് വരുന്നത് മട്ടൺ വെച്ച് ചെയ്യുന്ന കറികൾക്കാണ്. പക്ഷെ അതിൻ്റെ വേവ് മാത്രം ഒരു ഇച്ചിരി കൂടുതലാന്നേ ഉള്ളൂ. അത് എളുപ്പമായിട്ട് ഒന്ന് വെന്ത് കിട്ടാനായിട്ടാന്നേലും നമ്മൾ പച്ച കപ്പളങ്ങ ഇല്ലേ, അതായത് പപ്പായ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കഷ്ണം 1 കിലോ ആണെങ്കിൽ ഒരു കപ്പളങ്ങായുടെ എന്നാ പറയുക, ഒരു ക്വാർട്ടർ സാധനം മുറിച്ച് വെച്ച് അതിൻ്റെ തൊലി എത്തിക്കളഞ്ഞ് മിക്സിയിൽ ഇട്ട് അടിക്കുക. അല്ലെങ്കിൽ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പീസായിട്ട് മുറിച്ചിട്ടേച്ച് അതിനെ ഒന്ന് നമ്മൾ ഈ മട്ടൺ വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ടേച്ച് ഒന്ന് വേവിച്ചാലുണ്ടല്ലോ മട്ടൺ പെട്ടെന്ന് വേവ് കിട്ടും. അതായത് ഒരു 10 വിസിലിന് വരെ ഒരു 5 വിസിലൊക്കെ ധാരാളം മതിയാവും മട്ടൺ വേവാനായിട്ട്. അപ്പോൾ അതൊരു ടിപ്പായിട്ട് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മച്ചിമാരൊക്കെ ചിരട്ട നല്ല ആ ചകിരി അങ്ങോട്ട് ചെത്തി കളഞ്ഞേച്ച് ചീവി അങ്ങോട്ട് മാറ്റിയേച്ച് ആ ചിരട്ടയുടെ ഒരു കഷ്ണം ഇടുവേ. എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് മട്ടൺ കറി ചെയ്തു തുടങ്ങാം. ഇത് എത്രയായാലും പാനിലൊക്കെ ഇടുവാണെങ്കിൽ അല്ലെങ്കിൽ ഉരുളിയിലോ ചീനച്ചട്ടിയിലോ ഒക്കെ ഇടുവാന്നേൽ മിനിമം ഒരു 1 hour 2 hour എന്തെങ്കിലും മാറി കിട്ടും. ഇതെന്തായാലും നമ്മൾ മസാല എല്ലാം ചെയ്തേച്ച് കുക്കറിനകത്ത് വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. നമുക്ക് ഗ്യാസ് ലാഭമാകുന്നു, സമയവും ലാഭമാകുന്നു. ഇത് ഏറ്റവും കൂടുതൽ രണ്ടും ലാഭിക്കാൻ പപ്പായയോ ചിരട്ടയോ എന്നതേലും ഇട്ടാൽ ഇത് രണ്ടും ലാഭിക്കാം. ഇത് രണ്ടും നമ്മുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് വിനീഗർ ഒഴിച്ചാലും മതി. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ ആദ്യം എണ്ണ. ഇത് നമ്മൾ നാട്ടിലൊക്കെ ചെയ്യുന്നതായതുകൊണ്ട് വെളിച്ചെണ്ണ ഏറ്റവും നല്ലത്. പിന്നെ സ്പൈസസ് ആയിട്ട് ഞാൻ പട്ട, ഗ്രാമ്പൂ അങ്ങനെ ഇടാം. അപ്പം ആദ്യം എന്നാ ചെയ്യണം, പട്ടയുടെ ഇലയാണ്. പിന്നെ കുറച്ച് നല്ല മുളക്, അതായത് കുരുമുളകാന്നേ, കുറച്ച് ഗ്രാമ്പൂ, വറ്റൽ മുളക്, പട്ട, ടൊമാറ്റോ വേണം, ഉള്ളി അരച്ചതാണ്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇച്ചിരി ഗരം മസാല, കുറച്ച് കട്ടി തൈര് വേണേ. ഇതെന്നാന്നറിയോ, മല്ലി ചതച്ചേക്കുക. ഇത് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമാണെന്നെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ ഇടണ്ട. ഇത് 1 കിലോ മട്ടണാണ്. പിന്നെ വേണ്ടിയത് ഒരിച്ചിരി ഉപ്പ്. ഇത്രയും സാധനം നമുക്ക് ആവശ്യമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെയല്ലേ ഉള്ളൂ. നമുക്കെല്ലാം വീട്ടിൽ തന്നെ ഉള്ള സാധനമാണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ ഞാൻ തരാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്പൈസസ് ഉണ്ടല്ലോ, ഈ സ്പൈസസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചീനച്ചട്ടിയിലോട്ട് ഇട്ടേച്ച് അതിനെ ഉള്ളിയുടെ കൂടെ വഴറ്റിയേച്ചാൽ മതി. ഇതല്ല നമുക്കിങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സ്പൈസസ് ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്നാ പറയുക പൊടിച്ചെടുത്തേച്ച് മട്ടൺ കറിയിൽ ഇടുകയും ചെയ്യാം. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്നറിയോ, മട്ടൺ ഇറച്ചി വെക്കുമ്പോഴത്തേക്ക് ഗരം മസാലാസ് എല്ലാം വേണം നമുക്ക്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം, തക്കോലം, കശകശ ഇതെല്ലാം വേണേ. എന്നാലേ മട്ടൺ ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു രുചിയും വരത്തുള്ളൂ. പക്ഷേ ഇതെന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡിഫറെൻറ്റാണ്. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ കടുക് വറുക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ സ്പൈസസ് എല്ലാം എണ്ണയിൽ ഒന്ന് പൊട്ടിച്ചതിന് ശേഷമായിരുന്നു ഉള്ളി ഇടുന്നത്. ഇതിനകത്ത്
മറ്റേ കശകശ പെരിഞ്ചീരകം അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് ഗരം മസാല ചേർക്കണം. അതായത് ഈ മസാല ചേർത്തേച്ച് പോരാന്ന് തോന്നുവാന്നേലും മാത്രമേ ചേർക്കാവുള്ളൂ. ഇല്ല ആനി പറഞ്ഞു മസാലയും കൂടെ ചേർക്കണം എന്ന് പറഞ്ഞു വെച്ച് പിന്നെയും ഗരം മസാല ഇടുവാന്നേൽ മസാലയുടെ ഫ്ലേവർ മാത്രം മുന്നിട്ട് നിൽക്കും, അതിൻ്റെ ടേസ്റ്റ് പോവും. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ കൂടെ തരാം. ഇതിനകത്ത് ടൊമാറ്റോ ഉണ്ട്, തൈരും ഉണ്ട്. രണ്ടും 50-50 ബേസസ് ഇടാം. ടൊമാറ്റോ ഓപ്ഷണലാണ് ഈ കറിക്ക്. എന്നാന്ന് വെച്ചാൽ തൈര് നല്ലതായിട്ട് ചേർക്കുവാണ് എങ്കിൽ ടൊമാറ്റോ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതങ്ങ് മാറ്റിയേക്കണം. എന്നാന്നറിയാവോ, ടൊമാറ്റോയും തൈരും രണ്ടും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പുളി കൊണ്ട് അങ്ങ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് തൈര് മാത്രം ചേർത്താൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇച്ചിരി തൈര് ഇച്ചിരി കുറവാണെന്ന് വിചാരിച്ചു, അന്നേരം ഒരു ഇച്ചിരി തൈരും ബാക്കി ടൊമാറ്റോയും ചേർക്കാം. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചീനച്ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ചേച്ച് നമുക്ക് നമ്മുടെ കറി തുടങ്ങാം. വെളിച്ചെണ്ണ തന്നെ വേണം എന്നില്ല, നമുക്ക് എന്നാ പറയുക വെജിറ്റബിൾ ഓയിലോ എന്നതേലും ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ആന്നേൽ ഈ രാജസ്ഥാൻ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവർ കൂടുതലും കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് അതിൻ്റെ ചുവ ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ. ഒരു പട്ടയുടെ ഇല, പിന്നെ ഒരു 3-4 മണി കുരുമുളക്. ഇത് ചതച്ചൊന്ന് ലാസ്റ്റ് ഇടുവാന്നേൽ കുറച്ചുകൂടെ നല്ലതാട്ടോ. അത് നമുക്ക് ഇടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മളൊരു കറി വെക്കുമ്പോഴത്തേക്കോ ഇതും കൂടി ഇട്ടാൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചേർക്കുമ്പോൾ നമുക്ക് ആ ഫ്ലേവർ അറിയാം. അങ്ങനെയാണ് നമ്മൾ ഓരോ കറി വെക്കാനായിട്ട് പഠിക്കുന്നത്. പട്ടയുടെ ഇല ചേർത്തു, കുരുമുളക് ചേർത്തു, ഗ്രാമ്പൂ ചേർത്തു. ഇത് കാശ്മീരി മുളകാന്നേ, അതിട്ടു. ഇനി പട്ടയുടെ ഇല ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇച്ചിരി ഗരം മസാലയും ഞാൻ ചേർക്കുന്നത് കൊണ്ടും പട്ട ഒരു ശക്കല ഇട്ടേച്ചാൽ മതി. ഇല്ലെങ്കിൽ പട്ടയുടെ ആ ഒരു ഇതുണ്ടല്ലോ ഫ്രണ്ടിലായിട്ട് വരുവേ. അമ്മമാരൊക്കെ പറയും പട്ടയ്ക്ക് ഒരു കുത്തലുണ്ടെന്ന്, ആ ഒരു കുത്തൽ ഇങ്ങനെ മുന്നിട്ട് വരും, അത് കൊള്ളുകയില്ല. ഇതങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ അരച്ചു വെച്ചേക്കുന്ന ഉള്ളിയില്ലേ അതിനകത്ത് ഉള്ളി അരയ്ക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കരുത്. എന്നുവെച്ചാൽ ഉള്ളി നമ്മൾ മിക്സിയിൽ ഇടുമ്പോൾ തന്നെ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞോളും. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങ് പൊട്ടും. അല്ലേലേ അത് നമ്മൾ എണ്ണയിലോട്ട് ചേർക്കുമ്പോൾ നല്ലതായിട്ട് പൊട്ടും. പക്ഷേ വെള്ളവും കൂടെ ചേർക്കുവാണെങ്കിൽ പിന്നെ ആ വെള്ളം പറ്റി വരണമെങ്കിൽ ഒത്തിരി നേരം എടുക്കുവേ. അതുകൊണ്ട് എന്നാ ചെയ്യണം, കഷ്ണമായിട്ട് മുറിച്ചേച്ച് കുഞ്ഞു മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തേച്ചാൽ മതി. ഇനി ഉള്ളി ഒരു ഇച്ചിരി പെട്ടെന്നൊന്ന് മൂക്കാനായിട്ട് നമുക്ക് എന്നാ ചെയ്യണം, ഇച്ചിരി ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാവേ. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി കൂടി ഇടണമല്ലോ, ഇത്രയും ഉപ്പൊന്നും പറ്റുകയില്ല. 1 കിലോ നമ്മൾ മട്ടൺ ചെയ്യുവാന്നേൽ ഒരു എന്നാ പറയുക ഒരു 4 മീഡിയം സൈസ് ഉള്ളിയൊക്കെ എടുത്തോയെ. അന്നേച്ച് നമ്മളൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറയുക, ഉള്ളി അരച്ചിടുവാന്നേൽ ആ വെള്ളം പറ്റി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അടുത്ത പൊടിയെല്ലാം ഇടും. അങ്ങനെ ചെയ്യല്ല. എന്നാന്ന് വെച്ചാൽ ആ വെള്ളം ഫുൾ പറ്റിയേച്ച് ആ ഉള്ളി ഒന്ന് മൊരിഞ്ഞു തുടങ്ങുവേ, എന്നാൽ മാത്രമേ ഉള്ളിയുടെ ഒരു മധുരച്ചവ മാറത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മട്ടൻ കറി വെച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ എത്ര നമ്മളിട്ട് പിന്നെ മൂപ്പിച്ചാലും ഉണ്ടല്ലോ ആ ഒരു സ്വീറ്റ്നെസ് അതിൽ കിടക്കും. അതുകൊണ്ട് ആ സ്വീറ്റ്നെസ് കംപ്ലീറ്റ്ലി പോകണം എന്നുണ്ടെങ്കിൽ ആ ഉള്ളി നല്ലതായിട്ടൊന്ന് മൊരിയണം. പിന്നെ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തായാലും ഉള്ളി ഇതിനകത്ത് ഇട്ടു, ഇതിനെന്തായാലും നേരം എടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ നേരം എടുക്കുന്ന ഒരു കാര്യമായിരുന്നു നമുക്കുള്ളത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഒന്നെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി ആയിട്ടിടാം, അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കി ഇടാം. അരിഞ്ഞ ഇടണ്ടേ, ചുമ്മാ ഇടാനുള്ളതല്ല കേട്ടോ. 1 കിലോയ്ക്ക് ഒരു എന്നാ പറയുക ഒരു 2 ടീസ്പൂണോളം ഇട്ടു. അത് ശരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമ്മൾ വീട്ടിൽ ചതച്ചെടുക്കുവാന്നേൽ 1.5 വീതം ഇടാം. ഇഞ്ചി ചതച്ചത് 1.5, വെളുത്തുള്ളി ചതച്ചത് 1.5 ടീസ്പൂൺ വീതം ഇടാം. നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുവാന്നേലാന്നു ഞാൻ പറഞ്ഞ കുറച്ച് കുറയ്ക്കണം. കാര്യം അതിനൊരു എന്നാ പറയുക കോൺസെൻട്രേഷൻ കൂടുതലാന്നേ. അപ്പം നമ്മൾ വീട്ടിൽ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ അത് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഇച്ചിരി കുറച്ചോണം, അതുകൊണ്ട് 2 ടീസ്പൂൺ ഇട്ടേ. ഇനിയിപ്പോൾ അതല്ല നമ്മൾ അരിഞ്ഞിടുവാണെങ്കിൽ 1.5 തന്നെ ഇട്ടു. പിന്നെ ഇതെല്ലാം അരച്ച് ചേർക്കുന്നതുകൊണ്ട് ഒരു പ്ലസ് പോയിന്റ് വരുന്ന എന്നാന്നറിയാവോ, നമ്മുടെ കറിക്കുണ്ടല്ലോ നല്ല തിക്ക് ഗ്രേവി കിട്ടും. പൊതുവെ എല്ലാവരും പറയാറുണ്ട് നമ്മൾ മട്ടൻ കറിയോ ചിക്കൻ കറിയോ എന്നതേലും വെക്കുവാന്നേൽ അതിങ്ങനെ ലൂസായിട്ടായി പോകുന്നതെന്ന്. അത് ബേസിക്കലി നമ്മൾ എന്നാ പറയുക നമുക്ക് ആ പൊടി ചേർക്കേണ്ട ഒരു രീതി അറിയാൻ മേലാഞ്ഞിട്ടാ.
അതല്ലാന്നുണ്ടെങ്കിൽ എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത്, ഇതേപോലെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരച്ച് ചേർക്കുവാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ കറിക്ക് ഒരു തിക്നെസ്സും കിട്ടും. പിന്നെ ആണെങ്കിൽ നമ്മൾ ഈ വെള്ളം പോലെ ആയിപ്പോയി എന്നുള്ളൊരു ടെൻഷനും വേണ്ട. ഇപ്പം ആ ഉള്ളിയുടെ വെള്ളം എല്ലാം പറ്റിയേച്ച് അതൊരു കുറച്ചൊരു ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ ടൊമാറ്റോയുടെ ഹാഫ് പോർഷൻ ഇടാവേ. കാര്യം നമ്മൾ തൈരും കൂടെ ചേർക്കുക. ഇനിയിപ്പോൾ ടൊമാറ്റോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് കൂട്ടാം, തൈര് ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കൂട്ടാം, ഏതായാലും നമ്മുടെ ഇഷ്ടമാണ്. ഇനി എന്നാന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ട് ഒന്ന് മാഷ് ആവണേ. മാഷ് ആവുക എന്ന് പറയുന്നത് ശരിക്കും എന്നാ പറയുക, ആ തൊലി ഒക്കെ നല്ലതായിട്ട് ആ തക്കാളിയിൽ നിന്നൊന്ന് വിടണം. വിട്ടേച്ച് മാത്രമേ നമുക്ക് അടുത്ത് ചേർക്കാൻ ഒക്കത്തുള്ളൂ. പക്ഷെ എന്നാലും ഒരു കാര്യം പറയാം, ആ തക്കാളിയിൽ നിന്ന് അത് വിട്ടു വരുന്നിടം വരെ നമ്മൾ ഇട്ട് വഴറ്റണം എന്നില്ല. കാര്യം എന്നാണെന്നറിയാം, ഒരു കാര്യം കൂടെ ഉണ്ട്. ഒന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി പൊടി ചേർക്കാവേ. കാരണം പൊടിയാണെങ്കിലും മൂക്കാനുള്ളതാണ്. പിന്നെ ആണെങ്കിൽ തൈര് ചേർക്കുമ്പം തൈരിനകത്ത് നിന്ന് ആ വെള്ളം മുഴുവൻ പറ്റിയേച്ച് ആ ഗ്രേവിയിലോട്ട് ആവാനുള്ളതാണ്. ഇതിനെല്ലാം നേരം എടുക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തക്കാളി ഒന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ആ പൊടി ഓരോന്നായിട്ട് ചേർത്ത് മൂപ്പിച്ചെടുക്കണേ. ഇപ്പം നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ എല്ലാം അങ്ങ് പറ്റി അതിനകത്തോട്ട് അങ്ങ് പിടിച്ചേക്കുക. അന്നേരം എനിക്കിനി വഴറ്റാനായിട്ട് തികയുകയില്ല. അപ്പോൾ ഒരു ഇച്ചിരി എണ്ണയും കൂടെ ഞാൻ ഒഴിക്കുക. ഇത് തികഞ്ഞില്ലേ മാത്രം ഒഴിച്ചേച്ചാൽ മതി, അല്ലാതെ ഈ പെട്ടെന്നൊന്നും കയറി ഒഴിച്ചേക്കല്ലേ. പിന്നെ അന്നേരം അവസാനം നമ്മൾ മട്ടൻ കറി വെക്കുമ്പോഴത്തേക്ക് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. ഇനി എന്നാ ചെയ്യാൻ പോവാന്ന് വെച്ചാൽ ഞാൻ ഓരോ പൊടിയായിട്ട് ഇതിനകത്തോട്ട് ചേർക്കുവാണേ. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മതിയാവും. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് 1 കിലോയ്ക്ക് 4 ടീസ്പൂണോളം ആവാം. മറ്റേ സാധാ മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതിയേ. അതേപോലെ മല്ലിപ്പൊടി ഒത്തിരി അങ്ങ് എന്നാ പറയുക നിറച്ചെടുക്കല്ല, ഒന്ന് തട്ടി എടുത്തേച്ചാൽ മതി. ഇനി ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടേച്ചാൽ മതി. കാര്യം എന്നാന്നോ, നമ്മൾ നേരത്തെ ഉള്ള മസാലയെല്ലാം ഇട്ടേക്കുക. അന്നേരം പിന്നെ ഇനി ഒത്തിരി അങ്ങ് കൂടി പോയാൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഈ എണ്ണ മുഴുവനും ആ പൊടിയെ കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചേക്കുക. ഈ സമയത്ത് നമുക്ക് ഈ പൊടി ഒന്ന് മൂക്കണം. അതിന് വേണ്ടി വിട്ടു കൊടുത്തേച്ച് നമ്മൾ സാധാരണ ഗതിയിൽ എന്നാ ചെയ്യുന്നത്, ആ പൊടി ഒന്ന് വേവാനായിട്ടും ടൊമാറ്റോ ഒന്ന് വേവാനായിട്ടും ഇച്ചിരി വെള്ളമല്ലേ ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് പകരം എന്നാ ചെയ്യണം, നമ്മൾ തൈര് എടുത്ത് വെച്ചേക്കുക. ആ തൈര് അതിനകത്ത് ചേർക്കേണ്ടത്. ഇനിയാണ് ഒരു ശക്കലം പണി വരുന്നത്. എന്നാന്നറിയാവോ, നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മുടെ ഈ മട്ടൻ കറിയിൽ നിന്ന് ആ ഗ്രേവിയിൽ നിന്ന് എണ്ണയൊന്ന് നമ്മൾ സർഫസിലേക്ക് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ സൈഡിൽ കൂടെയൊക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ എണ്ണ തെളിഞ്ഞാൽ മാത്രമേ നമ്മുടെ അരപ്പിൻ്റെ ആ ഒരു പച്ചച്ചോവ മാറത്തുള്ളേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, നെക്സ്റ്റ് നമുക്കിത് ഓപ്ഷണലാണ്. ഞാൻ ഒരു രീതിയിലും ഞാൻ നിർബന്ധിക്കുകയില്ല ഇതിടണം എന്ന്. പക്ഷേ ഈ കറിയിൽ അവരിടും. അതുകൊണ്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഞാൻ ഒത്തിരി ഇടത്തില്ല, മല്ലി ചതച്ചതാ. അപ്പം എന്നാന്നറിയോ, ഇതിങ്ങനെ ആ മല്ലിയുടെ തോട് കടിക്കുവേ, അതെനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ എന്നാൽ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉള്ളത് പറയാം. പക്ഷേ നമ്മൾ എന്നാലും കഴിക്കുമ്പോഴത്തേക്ക് ആ മല്ലി ഒന്ന് കടിക്കുമ്പോഴത്തേന് നമുക്കൊരു വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നമുക്കൊരു പേരിന് അത് ഇട്ടേച്ചാൽ മതി. അതല്ല ചിലർക്കൊക്കെ അത് ഇഷ്ടമാന്ന് വെച്ചു നല്ലതായിട്ടിടാം. അതായത് നമ്മൾ 4 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇട്ടേ. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടേച്ച് ഒരു 2 ടീസ്പൂൺ മല്ലി ചതച്ചതും ഇട്ടാൽ മതി. അപ്പോൾ അത് നല്ല ടേസ്റ്റ് വരും. പക്ഷേ എനിക്ക് ആ മല്ലി കടിക്കുമ്പോഴത്തേക്കും ഏട്ടനും പിള്ളേർക്കും ഒന്നും മല്ലി കടിക്കുന്ന അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആദ്യമായിട്ട് ഞാൻ ചെയ്തപ്പോഴത്തേന്. അപ്പം ഞാൻ എന്നാ ചെയ്തു, ഇത് ആ ഫ്ലേവർ ഒന്നും വരണമല്ലോ, അതുകൊണ്ട് ഒരു ഇച്ചിരി നമുക്ക് പേരിനൊരു ശക്കലം മല്ലി ഇട്ടേച്ചാൽ മതി. എന്നിട്ട് അതൊന്ന് നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, മട്ടൺ ഇതിനകത്തോട്ട് ഇടുക. നമ്മൾ ഉള്ളി മൂപ്പിക്കാൻ നേരം മാത്രമേ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടുള്ളൂ.
ഇനി ഒരു ഇച്ചിരി ഉപ്പ് കൂടി ഇടാൻ പോവുക. ആ ഗ്രേവിക്കും മട്ടണിനും എല്ലാം പിടിക്കാനായിട്ടുള്ളൊരു ഉപ്പ്. ഒത്തിരി ഇടുകയില്ല. നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഒത്തിരി ഇട്ടവായിട്ട് തോന്നും, പക്ഷെ ഞാൻ അത്ര ഇടുകയില്ല. മട്ടൺ ബേസിക്കലി കുറച്ച് ഫാറ്റുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് സമയത്ത് വേണമെങ്കിൽ ഓപ്ഷനിലാണേ, പക്ഷെ അത് ചേർത്താൽ ഭയങ്കര ടേസ്റ്റാണ്. പൊടിക്കല്ല, ഒരു ടീസ്പൂണോളം ഇച്ചിരി നെയ്യും കൂടെ ഒഴിക്കാമെങ്കിൽ നമ്മുടെ മട്ടൺ ഭയങ്കര ടേസ്റ്റ് വരും. പക്ഷേ ബേസിക്കലി ഇതിന് കുറച്ച് ഫാറ്റുണ്ട്. നമ്മൾ കുറച്ച് നല്ല ആൾക്കാർ എന്നാ പറയുക, മേലനങ്ങി ഒന്നും പണി ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഉൾപ്പെടെ, അതുകൊണ്ട് ഞാൻ അധികം പ്രിഫർ ചെയ്യില്ല നെയ്യ് ഒഴിക്കാനായിട്ട്. പക്ഷേ അത് ഒഴിച്ചാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. അതുണ്ടാക്കി ഈ മട്ടൺ കറി വെക്കുവാന്നേൽ ഇതിൻ്റെ കൂട്ടത്തിൽ ധാരാളം സാലഡൊക്കെ സെർവ് ചെയ്യണം. സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് ഇത് ചെല്ലുമ്പോൾ തന്നെ ഫൈബർ കണ്ടന്റ് ഒരുപാട് നമ്മുടെ ഫാറ്റ് ഊസ് ഔട്ട് ചെയ്യാനുള്ളത് നല്ലതാണ്. പപ്പായ ചേർക്കുവാണെങ്കിലും ഇത് നല്ലതാന്ന് പറയും, നമ്മുടെ ഫാറ്റ് എടുക്കാൻ നല്ലതാന്ന് പറയും. അതുകൊണ്ട് ഇതൊക്കെ വെറുതെ അല്ല പപ്പായ ചേർക്കാൻ പറയുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നെയ്യ് ചേർക്കത്തില്ല, അതിന് പകരം കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ. എന്തായാലും മട്ടണിൽ നിന്ന് ഒരു ഇച്ചിരി നെയ്യ് ഇറങ്ങും, അത് മതി. അന്നേച്ച് ആ മട്ടനും അരപ്പും കൂടെ ചേർത്ത് ഒരു നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞെടുക്കണം. അതായത് നമ്മൾ ഈ മട്ടൺ ചേർക്കുമ്പോൾ തന്നെ മട്ടണിൽ നിന്ന് തന്നെ ആ വെള്ളം അങ്ങോട്ട് ഊറുവേ. പക്ഷേ എന്നാലും ഉണ്ടല്ലോ, ഒരു ഇച്ചിരിയും കൂടി ആ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ ടേസ്റ്റ് കൂടും. നമ്മൾ ഈ ഇറച്ചിക്കറി മീൻകറിയും ഒക്കെ വെക്കുമ്പോൾ നമ്മൾ അരപ്പ് എങ്ങനെ മൂപ്പിക്കുന്നോ അതിൻ്റെ ആ ഒരു സമയവും രീതിയും ഉണ്ടല്ലോ, അതെങ്ങനെ മൂക്കുന്നോ അതനുസരിച്ചിരിക്കും നമ്മുടെ ആ കറിയുടെ ടേസ്റ്റ്. വെറുതെ കൂട്ടിയൊക്കെ നമ്മൾ എടുക്കുവാന്നേൽ അത് അതിൻ്റെ രുചി കാണിക്കും, അങ്ങനെ തന്നെ കാണിക്കുവേ. ഈ കറിക്ക് ധാരാളം മല്ലിയില ഇടണ്ടേ. പിന്നെ മട്ടൺ കറിയും ഉള്ളി വഴറ്റുന്നൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഒരു സമാധാനത്തിലാണ് ഞാൻ കറിവേപ്പില ഇവിടെ വെച്ചേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് കൂടുതലും ഞാൻ ഇടാൻ പോകുന്നത് മല്ലിയിലയാണേ. ഇത് നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ശരിക്കും ഇതിൻ്റെ നിറം ശരിക്കും നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആയിരിക്കണം. അതായിരിക്കണം നമ്മുടെ എയിം. ഇപ്പം സപ്പോസ് നമ്മൾ ഈ വഴറ്റുന്നതൊക്കെ നമ്മുടെ കൈവാക്കിന് ഇത്രയും മതി, എണ്ണ തെളിഞ്ഞു സൈഡിൽ, അപ്പോഴത്തേക്ക് അത് ബ്രൗൺ ആയിക്കോളും എന്ന് പറഞ്ഞ് നമുക്ക് ചില സമയത്ത് നമ്മുടെ കണക്ക് തന്നെ തെറ്റാറുണ്ട്. അങ്ങനെ തെറ്റിയേച്ച് എങ്ങാണ് നമ്മൾ കുക്കറിലിട്ടേച്ച് വേവിച്ചെടുക്കുവാന്നുവെങ്കിൽ ടെൻഷനാക്കണ്ട, ആ കുക്കറിലിട്ട് തന്നെ മട്ടൺ വെന്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലതായിട്ടൊന്ന് മുരിച്ചെടുത്തേച്ചാൽ മതി. അപ്പോൾ ആ ബ്രൗൺ കളറായിട്ട് വരും. ടെൻഷൻ ആക്കണ്ട. ഇപ്പം നമുക്ക് എന്നതേലും ഒന്ന് പാളിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഡിപ്രസ്ഡ് ആവരുത്. അതിനെ നമ്മൾ എങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റും എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇനിയിപ്പോൾ അഥവാ ഉപ്പോ പുളിയോ എന്നതേലും ഒന്ന് കൂടി പോവാന്ന് തോന്നുവാന്നേൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടാം എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇങ്ങനത്തെയൊക്കെ കറി വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു രാജസ്ഥാനി ഫ്ലേവർ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ചേർക്കാതെ കഴിയുന്നതും ശ്രദ്ധയോടുകൂടി തന്നെ കറി വെച്ചാൽ മതി. പിന്നെ ആണെങ്കിൽ എൻ്റെ ഇപ്പം ഞാൻ ഈ മട്ടൺ ആണെങ്കിൽ നമ്മുടെ ആ അരപ്പിനകത്തിട്ട് ഇങ്ങനെ എന്നാ പറയുക മൂപ്പിക്കുവാന്നേ. ഇപ്പം ഞാൻ നോക്കുവാന്നേൽ എൻ്റെ സൈഡിലൊക്കെ ആ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞു വരിക. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊരു ഇച്ചിരി നേരവും കൂടെ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ അരപ്പൊന്നോടെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒരു നല്ല മണം വരും. ആ മണം വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ മട്ടൺ വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പാനെ വെക്കുകയില്ല. ഇതെന്നാ ചെയ്യുമെന്നറിയാവോ, കുക്കറിനകത്തോട്ട് വെച്ചാന്നു ഞാൻ അതിന് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഈ സമയത്ത് പപ്പായ ചേർക്കാം. പപ്പായയും കൂടെ ചേർത്തേച്ച് കുക്കറിനകത്തോട്ടിട്ട് നല്ല അസലായിട്ട് വേവിച്ചെടുക്കണം. മട്ടൺ എപ്പോഴും നമ്മൾ വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഞെക്കി നോക്കണേ, നല്ലതായിട്ട് ഇങ്ങനെ എന്താ പറയുക ഞെങ്ങ് കൊള്ളണം, നല്ലതായിട്ട് കൊള്ളണം, എന്നാലേ അത് നല്ലതായിട്ട് വേവത്തുള്ളൂ. എന്നതേലും ആക്കിയിട്ട് നമ്മൾ അങ്ങ് എടുക്കരുത്. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടത്, ഈ മരപ്പൊന്ന് മൂത്ത് കഴിഞ്ഞാൽ കുക്കറിനകത്തിട്ട് വേവിച്ചെടുത്താൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഉപ്പ് എരിവ് അങ്ങനത്തെയൊക്കെ കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ഈ നമ്മൾ അരപ്പൊന്നുകൂടെ വേവിക്കുകയല്ലേ, മൊരിക്കുകയല്ലേ, ആ സമയത്ത് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മൊരിച്ചെടുക്കാം. ഈവൻ ഇഞ്ചിയും വെളുത്തുള്ളി കുറവാണെങ്കിൽ പോലും ഈ മട്ടനൊക്കെ സൈഡിലോട്ടൊക്കെ നീക്കി വെച്ചേച്ച് നടുക്കോട്ടൊന്ന് മൂപ്പിച്ചെടുത്തൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇതെല്ലാം ഈ സമയത്താണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. പിന്നെ ചേർക്കാൻ ഒക്കത്തില്ല, ടേസ്റ്റ് മാറും. കാര്യം ഇനി മട്ടൻ്റെ ഫ്ലേവർ ഇതിനകത്തോട്ട് ഇറങ്ങാൻ തുടങ്ങുക. അപ്പോൾ അതിന് മുന്നേ നമ്മളെല്ലാം ചേർത്ത് ബാലൻസ് ചെയ്യണം. ഇനി ഇതിനകത്ത് ഒരു പരിപാടിയില്ല, മട്ടൺ വേവാനുള്ള താമസമേ ഉള്ളൂ. നമ്മുടെ മട്ടൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മട്ടൺ കറിക്ക് പ്രത്യേകിച്ച് രാജസ്ഥാനി എന്നൊന്നും പറയണ്ട, പക്ഷേ രാജസ്ഥാനി ആണെങ്കിൽ പോലും
നമ്മുടെ നാടുമായിട്ട് ഒരുപാട് റിസംബ്ലൻസ് ഉണ്ട് കേട്ടോ ആ മട്ടൻ കറിക്ക്. ഈ മട്ടൻ കറി എന്ന് പറയുമ്പോൾ ഇന്ന കോമ്പിനേഷൻസ് ഒന്നുമില്ല. ഇത് നല്ലൊരു സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ സ്പൈസി ആക്കാം. ആ മല്ലി നമ്മൾ ഇട്ടില്ലേ, അതാണെങ്കിലും ഉണ്ടല്ലോ, അത് പ്രത്യേകിച്ച് എടുത്തൊന്നും പറയുന്നൊന്നുമില്ല, അയ്യോ ഇത് മല്ലി അടിക്കുന്നതൊന്നും പറയത്തില്ല. ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ അതൊരു ഗംഭീര ടേസ്റ്റ് തന്നെയാണ്. ഈ പറഞ്ഞ കൂട്ട് ചോറിൻ്റെ കൂടെ ആന്നേലും കപ്പയുടെ കൂടെ ആന്നേലും എന്നാത്തിൻ്റെ കൂടെ ആന്നേലും പോകുന്നതിന് ഒരു ടെൻഷനും ഇല്ല. പക്ഷെ ഇത് വീട്ടിലുണ്ടാക്കിയാലേ ഇതിൻ്റെ രുചി അറിയത്തുള്ളൂ. ഇനി നമ്മുടെ ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അതൊരു സസ്പെൻസ് ആയിട്ട് ഞാൻ വെച്ചേക്കുന്ന എന്നാന്ന് വെച്ചാൽ ഒരു പരിഭവം കൂടെ ഉണ്ട്. എന്നാന്ന് വന്നറിയാവോ, അദ്ദേഹത്തിൻ്റെ പടത്തിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതൊരു പരിഭവമായിട്ട് ആദ്യമേ ഞാൻ പറയാം. പക്ഷെ ഓണായതുകൊണ്ട് ആദ്യം പരിഭവം പറയുകയല്ല, ആദ്യം നമുക്ക് വിഷസ് പറഞ്ഞിട്ട്, അത് എൻ്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും കൂടെ ചേർന്നൊരു വിഷസ് പറഞ്ഞേച്ച് നമുക്ക് പരിഭവം പറയാം. നമ്മുടെ അടുക്കളയല്ലേ, അപ്പം നമുക്ക് പരിഭവവും പിണക്കവും എല്ലാം പറയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫുൾ സ്വാതന്ത്ര്യമുള്ള ഒരു അടുക്കളയാണ്. നമസ്തേ സർ. നമസ്തേ സർ. അയ്യോ അത് കേട്ടോ, ഞാൻ വിചാരിച്ചില്ല. ഞാനും എൻ്റെ പ്രേക്ഷകരും കൂടെ ഇങ്ങനെ പരിഭവം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. പരിഭവം എന്നാന്ന് കേട്ടായിരുന്നോ? കേട്ടു. അയ്യോ കേട്ടോണ്ടാണ് കയറി വന്നത്. ഈശ്വര, എന്നാലും അത് എന്റെ വീട്ടിലല്ല, ഞാൻ ഡേറ്റ് തരാത്തെന്താണെന്ന് പറയും. അല്ല, അതിനു മുമ്പ് നിന്ന് മാറിപ്പോയവനാണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വിവാഹം കഴിച്ച്, അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. അതാ. പിന്നെ എന്തായാലും ഓണം അടുപ്പിച്ച് സാർ ഞങ്ങളുടെ അടുക്കളയിലേക്ക് വന്നപ്പോ ഒരു ഓണം വിഷസ് ഉണ്ട്. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഹാപ്പി ഓണം ടു ആനി, ഷാജി ഫാമിലി ആൻഡ് ഹാപ്പി ഓണം ടു അമൃത അമൃത ടെലിവിഷൻ ആൻഡ് എല്ലാ വ്യൂവേഴ്സിനും. താങ്ക് യു. അവരുടെ വശത്തു നിന്നും എൻ്റെ വശത്തു നിന്നും എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഒരു സംശയം കൂടെ സാറിനോട് ചോദിക്കണമെന്ന് വിചാരിച്ചേ. ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ ശരിക്കും ഒറിജിനൽ പേര് വിജി തമ്പി എന്നുള്ളതല്ല എന്നുള്ളത് എനിക്കറിയാം, പക്ഷെ എൻ്റെ പ്രേക്ഷകർക്ക് അറിയാൻ മേല. സാറിൻ്റെ ശരിക്കുള്ള പേര് വേണുഗോപാൽ തമ്പി എന്നല്ലേ? വേണുഗോപാലൻ തമ്പി എന്നാണ് ഫുൾ നെയിം. അപ്പം അത് ഷാജി കൈലാസിന്റെ യഥാർത്ഥ പേരെന്താണ്? ആനിയുടെ പേര് ഇപ്പം മാറി. ആനിയുടെ പേര് എനിക്ക് രണ്ടാമത് പേര് കിട്ടിയില്ലേ? എനിക്ക് പേര് കിട്ടിയിട്ടില്ല. അത് ഞാൻ പറയാം. സ്കൂളിൽ പഠിച്ചത് ആനി എന്ന് തന്നെയാ, ആ വീട്ടില് ചിത്ര എന്ന് തന്നെയാ വിളിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് പേര് മാറ്റം ഇല്ല. അപ്പൊ അത് നമ്മുടെ ഓരോ സിനിമാ പേരായിരിക്കും. ഇപ്പം ശിവശങ്കരൻ നിന്ന് ഷാജി കൈലാസ് ആയതുപോലെ വേണുഗോപാലൻ നിന്ന് വിജി തമ്പി. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വേണുഗോപാലൻ തമ്പി എന്നാണ്. അപ്പൊ എന്റെ ഗുരുവാണ് ശ്രീ ബാലേന്ദ്ര മേനോൻ. അപ്പൊ അദ്ദേഹം ഞാൻ ആദ്യം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണുഗോപാലൻ തമ്പി എന്നൊക്കെയുള്ള പേര് ഒരുപാട് കോമൺ ആണ്. മാത്രമല്ല അത് വളരെ നീളം കൂടിപ്പോയി. പിന്നെ വേണു എന്ന് ചുരുക്കിയ വേണു എന്ന് വേറെ ഡയറക്ടറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ രീതിയിൽ ആയിരിക്കും. അങ്ങനെ അദ്ദേഹമാണ് പറഞ്ഞത് വേണുഗോപാൽ വി ജി തമ്പി. അത് വിജി തമ്പി എന്നാക്കിയതേ ഉള്ളൂ. അപ്പൊ എന്റെ പേരിൽ ഇപ്പോഴും എന്റെ യഥാർത്ഥ പേരുണ്ട്, വി ജി തമ്പി. അതിന് വേണുഗോപാലൻ തമ്പി വിജി തമ്പി ആക്കി. ഓക്കെ. അപ്പൊ ഞങ്ങൾ എല്ലാരും പറയുന്നത് ശരിക്കും വിജി, VIGI അങ്ങനെ തന്നെ അത് തന്നെയാന്നാ ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ അതല്ല, ഭയങ്കര എന്നാ ഗംഭീര്യത്തോടെ VG അങ്ങനെയാണ് നോക്കേണ്ടത്. ആ ഒരു ഇനിഷ്യൽ എന്റെ ആ പ്രായത്തിൽ ഞാൻ 23ാമത്തെ വയസ്സിൽ പടം ഡയറക്ട് ചെയ്തതാണ്. ആ പ്രായത്തിൽ 23 വയസ്സിൽ VG തമ്പി നോക്കുമ്പോൾ ഒരു വയസ്സായ ആളാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അദ്ദേഹം തന്നെയാണ് വിജി തമ്പി നോക്കിയത്. കുറച്ചുകൂടെ യൂത്ത് ആക്കി. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ആ യൂത്ത്നെസ് ശരിക്കും സാറിന്റെ 25 മൂവീസ് ഓൾമോസ്റ്റ് ചെയ്തു സാർ. 30 ആ 30 മൂവ്സിലും സാറിന്റെ ആ യൂത്ത് സ്റ്റിൽ ഉണ്ട്. അത് ശരിക്കും ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്രയോ തവണ കണ്ടാലും ആ കുടുംബ ചിത്രങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അന്നേരം ഇത്രയും വലിയൊരു ഡയറക്ടർ വന്ന് എൻ്റെ അടുക്കളയിൽ നിന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു നിന്ന ഒരു മര്യാദ പോലും ഇല്ല ഇരിക്കാൻ പറയാന്. നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാം. ഞാൻ എപ്പോഴും സാറിന്റെ പടം കാണുമ്പോഴത്തേനാ ആ സിനിമയ്ക്കൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് പേരാണ് സാർ സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഫിലിം തന്നെ ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്, പിന്നെ നന്മ നിറഞ്ഞ ശ്രീനിവാസൻ, അങ്ങനെയൊക്കെ. അപ്പൊ ശരിക്കും ഈ പേര് ഇടുമ്പോഴത്തേക്ക് ആ ടൈറ്റിൽ വന്ന വഴി എന്നൊക്കെ നമ്മൾ പറയുകയല്ലേ, അതിന് എന്നേലും ഒരു കഥയുണ്ടായിരുന്നു സാർ? അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. അതെല്ലാം നോക്കി സംഭവിക്കുന്നതാണ്, വളരെ പ്രീപ്ലാൻഡ് അല്ല അത്. ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്ന് പറഞ്ഞാൽ ബാലേന്ദ്ര മേനോൻ സാർ തന്നെ ഇട്ട പേരാണ്. അതിൽ 3 ഡേവിഡ്മാരുടെ കഥയാണത്. അതാണ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്. അപ്പൊ അത് മിസ്റ്റർ ഡേവിഡ് ആരായിരിക്കും പറയണ്ടല്ലോ, അദ്ദേഹം തന്നെയാണ്. പിന്നെ 2 ഡേവിഡ്മാരായിട്ട് മരിച്ച മുരളിയായിരുന്നു ഒരു ക്യാരക്ടർ, പിന്നെ ഒന്ന് അശോകനായിരുന്നു. 3 ഡേവിഡ്മാരുടെ കഥ. അതാണ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്.
പിന്നെ ഉള്ളത് നന്മ ഞാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അതിൽ ആ സിനിമ കണ്ടിട്ടുണ്ടോ? അത് ജയറാമിന്റെ സിനിമയാണത്. അപ്പൊ ആ ക്യാരക്ടറിന്റെ പേര് ശ്രീനിവാസൻ എന്നാണ്. അയാൾ നന്മ അറിഞ്ഞവൻ തന്നെയാണ്. അപ്പൊ സ്റ്റോറി ബേസ്ഡ് ആയിട്ട് നമ്മൾ ഇടുന്ന അത് തന്നെയാണ്. എല്ലാ പേരുകളും അങ്ങനെ തന്നെയാണ്. സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ടാണ് പേരുകൾ ഇടുക. അല്ലാതെ നമുക്ക് അങ്ങനെ പേരിട്ടിട്ട് സിനിമ ഉണ്ടാക്കാറില്ല. സിനിമ കഥ അന്വേഷിച്ചേ പേരിടാറുള്ളൂ. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ സാർ പേരിടുന്ന സമയത്ത് ഓരോ നോക്കിയേച്ചല്ലേ ഇടുന്നത് ക്യാരക്ടർ, അത് സ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടാണോ? പക്ഷെ ഈ പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന് പറഞ്ഞിട്ട് ഇട്ടേ ചെന്നതായിട്ട് ഇന്ന് ഞങ്ങളൊക്കെ ഈ പറഞ്ഞോട്ട് വിമൻസ് ആണ്, അതിലൊന്നും എനിക്കൊരു ഉത്തരം തന്നേ ഒക്കത്തുള്ളൂ. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ നൂറ്റാണ്ട് വരുമോ സാർ? അങ്ങനെയല്ല, അതൊരു പഴയൊരു ഇതാണല്ലോ, ചൊല്ലാണല്ലോ പിടക്കോഴി നൂറ്റാണ്ട്. അത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമ കണ്ടിട്ടുണ്ടോ? അത് 4 പേര് മറ്റേ പുരുഷ വിദ്വേഷികളായ KP ലളിത ചേച്ചി, കൽപ്പന, ഉർവശി പിന്നാലേക്ക് വരുന്നതാണ്, കൽപ്പന, പിന്നെ വിനയ് പ്രസാദ്, പിന്നെ രുദ്ര, ഇങ്ങനെ 4 പേര്. അവർക്ക് 4 പേർക്ക് 4 കാരണങ്ങളുണ്ട് പുരുഷ വിദ്വേഷികളായിട്ടുള്ള. അപ്പൊ അവരുടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല എന്നൊരു വീട്ടിൽ ബോർഡൊക്കെ വെച്ചിട്ട്, അപ്പം പിന്നെ എന്താ പറയാ, പിടക്കോഴി തന്നെയല്ലേ. പിടക്കോഴി അവർ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പിടക്കോഴി നൂറ്റാണ്ട് എന്താണ് അർത്ഥം അറിയാം? അതായത് സ്ത്രീകൾ ഭരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ എന്താ പറയാ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് തന്നെ, അത് ഉദ്ദേശിച്ച് തന്നെയാണ്. ഓക്കെ. അപ്പൊ ശരിക്കും ഹ്യൂമേഴ്സ് ബേസിക്കലി വർക്ക് ചെയ്യുന്നതാണോ സാറിന് കൂടുതൽ ഇഷ്ടം ഫിലിം? ഹ്യൂമറോ? അങ്ങനെയില്ല. ഇപ്പം നമുക്കൊരു ഓരോ സിനിമയ്ക്ക് ഓരോ മൂഡാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമർ സിനിമ ചെയ്യുമ്പോൾ അതിന് വേറൊരു മൂഡിൽ ചെയ്യുന്നു. ആക്ഷൻ സിനിമ ചെയ്യുന്നുണ്ട്, ഞാൻ അല്ലാതെ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമ ചെയ്തിട്ടുണ്ട്, ലവ് സ്റ്റോറി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ ആ സിനിമ എന്താണ് ആവശ്യപ്പെടുന്നത്, ഒരു സിനിമയിൽ നിന്നും ഡെഫിനറ്റ്ലി അടുത്ത സിനിമ വരുമ്പോൾ വ്യത്യസ്തമായിരിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടില്ല ഇങ്ങനെ കോമഡി ഇല്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ഫസ്റ്റ് ഫിലിം ആക്ഷൻ, മിസ്റ്റർ ഡേവിഡ് ആക്ഷൻ ഓറിയന്റഡ് മൂവിയായിരുന്നു. നെക്സ്റ്റ് പടം വന്നത് വിറ്റ്നസ് ആയിരുന്നു. വിറ്റ്നസ് ആക്ഷൻ ആണ്, പക്ഷെ അതിലൊരു ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ഹ്യൂമറാണ്. ജയറാമും എനിക്കൊന്ന് ജയറാം ആദ്യമായിട്ടൊരു ഹ്യൂമർ ക്യാരക്ടർ ചെയ്യുന്നത് വിറ്റ്നസിലാണ്. അതിനു മുമ്പ് അപരൻ, 3-ാം പക്കം 2 സിനിമ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു ഹ്യൂമർ പുറത്തു വന്നു. അദ്ദേഹവും ജഗദീഷ് ശിവകുമാറും ഈക്വൽ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്ത സിനിമയാണ്. ആ സ്ക്രിപ്റ്റ് ജഗദീഷ് ശിവകുമാറിന്റെ സബ്ജക്ട് ബേസിക് അമ്പിളിച്ചേട്ടൻ്റെ. പിന്നെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ജോൺ ബോളും ഗരുഡനിസും കൂടെ ചേർന്നാണ്. അമ്പിളിച്ചേട്ടനപ്പൊ കഥയൊക്കെ ഇടും. അതാണ്. അയ്യോ, ശരിക്കും സകലകലാ വല്ലഭനാണ് അദ്ദേഹം. അദ്ദേഹം ഇല്ലാത്ത ആ ഒരു ഗ്യാപ്പ് ശരിക്കും നമ്മൾ മലയാളികൾ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ? തീർച്ചയായും. എല്ലാ ചാനലുകളിലും എപ്പോൾ എടുത്ത് നോക്കിയാലും കോമഡി എന്ന് പറഞ്ഞാൽ ജഗദീഷ് ശ്രീകുമാർ ഇല്ലാത്തൊരു കോമഡി മലയാള സിനിമയിൽ ചിന്തിക്കാൻ പറ്റില്ല. ഏത് ക്ലിപ്പിംഗ് ഇട്ടാലും ഏത് കോമഡി പ്രോഗ്രാം വന്നാലും അതിൽ ജഗദീഷ് ശ്രീകുമാറിന്റെ ഒരു കോമഡി എപ്പിസോഡ് ഇല്ലെങ്കിൽ പറ്റത്തില്ല. അതെ, അദ്ദേഹം കാണിക്കുന്ന ആ എക്സ്പ്രഷൻസും മാനറിസംസും ഒക്കെ നമ്മൾ നാച്ചുറൽ, ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി പോലും ചിരിച്ചു പോകും. അതാണ് ആ ഒരു കഴിവാണ് അത്. കാര്യം ഇത്രയും അതും ഒരു ദിവസം തന്നെ 2-3 സിനിമയിൽ അഭിനയിച്ച സമയമുണ്ട്. അത്തരം സമയങ്ങളിൽ പോലും അദ്ദേഹം ആ ഒരു ക്യാരക്ടറായി മാറാൻ എടുക്കുന്ന പെയിൻ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. എൻ്റെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ അത് മാത്രമല്ല, ഞങ്ങൾ ഏകദേശം 1.5 മാസത്തോളം ഞങ്ങളൊരു അമേരിക്കൻ ഷോ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അപ്പോഴാണ് പറഞ്ഞത് എനിക്ക് ജീവിതത്തിൽ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സമയം ഇതാണ്. കാര്യം ഒരു ദിവസം പോലും എനിക്ക് എൻ്റെതായ ഒരു ദിവസം പോലും അതില്ല. നമ്മൾ ഓരോ കാലത്തിലും നമ്മുടെ സിനിമയ്ക്ക് മാറ്റം വരാറുണ്ട്. ഓരോ രീതിക്കാണോ നമ്മുടെ സിനിമ മാറുന്നത് തന്നെ. സർ, ഒരു കാലഘട്ടത്തിൽ അതിനൊരു വഴിത്തിരിവ് വന്നപ്പോഴാണ് സാറ് ശരിക്കും പറഞ്ഞാൽ സിനിമ ഫീൽഡിലേക്ക്, ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ആയത്. ഇപ്പം നമ്മുടെ സിനിമയിൽ നിന്നും സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്. സാർ വന്ന സമയത്തുള്ളതും ഇപ്പോഴത്തെ സിനിമയും തമ്മിൽ, ഇപ്പോഴത്തെ ഒരു സിനിമയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സാർ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസസ് എന്തൊക്കെയാണ് സാറിന് ഫീൽ ചെയ്തിട്ടുള്ളത്? അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചുകൂടെ ഇപ്പോൾ ഒരുപാട് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഡയറക്ടേഴ്സ് സിനിമയിലേക്ക് വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 2015 വെറുതെ കണക്കെടുത്ത് നോക്കിയപ്പോൾ 45-50 പുതിയ ഡയറക്ടേഴ്സ് വന്നു. ഇതിൽ എത്ര പേര് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ എത്ര പേര് ആർക്കൊക്കെ അറിയാം. ഇപ്പോൾ ഒരു ഇന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത് ആരാണ് എന്ന് പോലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടുന്നില്ല ഇപ്പം. പിന്നെ സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ ഒരു പഴയ ഉണ്ടായിരുന്നൊരു സീരിയസ്നെസ്, അത് ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോഴുള്ളൊരു സീരിയസ്നെസ് ഉണ്ടല്ലോ. കാരണം ഇപ്പോൾ അതൊരു ഡിജിറ്റൽ യുഗമായി മാറി. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എന്ത് രീതിയിൽ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം, ഏത് രീതിയിൽ കറക്റ്റ് ചെയ്യാം. ഒരു ഷൂട്ടിംഗ് സമയത്തുള്ള കറക്ഷനേക്കാളും പിന്നെ നമുക്ക് DI ചെയ്യുമ്പം വിഷ്വലി കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സൗണ്ട് സൈഡ് വേറെ കറക്റ്റ് ചെയ്യാം. അത്തരം ഒരുപാട് ഓപ്ഷൻസ് വന്നു. പക്ഷേ ബേസിക്കലി സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ആത്യന്തികമായിട്ട് ജനങ്ങൾ ആസ്വദിക്കണം, ജനങ്ങളെ എൻ്റർടൈനർ ആയിരിക്കണം. എപ്പോഴും സിനിമയ്ക്കുള്ള ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു മാസ്മരിസമാണ്, ഒരു മാജിക്കാണ്. കാരണം ഒരു തിയേറ്ററിൽ കയറുന്ന ഒരാളിനെ നമുക്കൊരു ഹിപ്നോട്ടിസ് ചെയ്യണം. ആ ഹിപ്നോട്ടിസ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ആ ഹിപ്നോട്ടിസ് അയാൾ വിട്ടുപോയി കഴിഞ്ഞാൽ സിനിമ പരാജയമാണ്. കാരണം ആദ്യത്തെ ഒരു 10 മിനിറ്റിനുള്ളിൽ ആ സിനിമയിലേക്ക് അയാളെ കംപ്ലീറ്റ് ആയിട്ട്
ആകർഷിച്ച് അയാളുടെ മറ്റ് ശ്രദ്ധകളെല്ലാം മാറി ആ സിനിമയിൽ തന്നെ അയാൾ കോൺസെൻട്രേഷൻ നിൽക്കണം. ഇൻ്റർവെൽ വരയ്ക്കും അത് വിട്ടുപോകാതെ അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ഇൻ്റർവെൽ കഴിഞ്ഞ് വീണ്ടും എഗെയിൻ ഒരു 5 മിനിറ്റിനുള്ളിൽ തിരിച്ച് ആ സിനിമയിലേക്ക് അയാളെ കൊണ്ടുവരാൻ പറ്റണം. അത് ക്ലൈമാക്സ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയാൽ മാത്രമേ ആ സിനിമ വിജയിക്കുന്നുള്ളൂ. അതെ സർ, അങ്ങനെ ഒരു ചെയ്ത ഒരു പ്ലസ് പോയിന്റ് ഇപ്പോഴും ഞങ്ങളുടെ മലയാളികളുടെ മനസ്സിലുണ്ട്. ഏതറിയോ? മമ്മൂക്കായെ വെച്ച് സൂര്യമാനസം ചെയ്തത്. പക്ഷേ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ സ്റ്റിൽ എവർഗ്രീൻ, ഭയങ്കര പേഴ്സണാലിറ്റി, ഭയങ്കര ഗ്ലാമർ എല്ലാം ആണെന്നുള്ള ഒരു വ്യക്തി. അന്ന് മമ്മൂക്ക കുറച്ചുകൂടെ ഗ്ലാമർ ആണ്. ഇന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെക്കാളും ഡയറക്റ്റ് തോന്നുന്നു. ആ ഒരു മമ്മൂക്കായുടെ അടുത്ത് ചെന്നേച്ച് ഇത്രയും വികൃതമായ ഒരു ഫേസ് ചെയ്യണം എന്ന് മമ്മൂക്കായോട് പറഞ്ഞപ്പോൾ മമ്മൂക്കയുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്നായിരുന്നു? ഗെറ്റപ്പൊക്കെ രണ്ടാമതാണ് തീരുമാനിച്ചത്. ആദ്യം ആ ഒരു സബ്ജക്റ്റാണ് തീരുമാനിച്ചത്. അമ്മയും മകനുമായിട്ടുള്ളൊരു ബന്ധം. ഒരു മകനെ കാരണം ഒരു നാട്ടിൽ നിൽക്കാൻ പറ്റാതെ പലായനം ചെയ്യേണ്ടി വരുന്ന ഒരു അമ്മയുടെ കഥയാണത്. അപ്പോൾ അന്ന് അമ്മയായിട്ട് ആരെ കാസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചു. മലയാളത്തിൽ ഒരുപാട് കഴിവുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. വിള ചേച്ചിയുണ്ട്, പൊന്നമ്മ ചേച്ചിയുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ അത് വരുമ്പോൾ അവരുടെ ഒരു മുഖമായിരിക്കും, അവരായിരിക്കും ആൾ മനസ്സിലായി. അങ്ങനെയാണ് ഞങ്ങൾ ആലോചിച്ച് വേറെ അങ്ങനെ ഷൗക്കാർ ജാനകി എന്നുള്ള മലയാളത്തിൽ പണ്ടങ്ങാണ്ട് ഒരു ചെറിയ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു സമയത്ത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹീറോയിനായിരുന്നു. അങ്ങനെയാണ് ഷൗക്കാർ ജാനകി, മമ്മൂക്ക. അപ്പം അങ്ങനൊരു ക്യാരക്ടർ വന്നപ്പോൾ ഒരു മമ്മൂക്ക അറിയാലോ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഏറ്റവും മാൻലി ആയിട്ടുള്ള വ്യക്തി. അദ്ദേഹം അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് രൂപമാറ്റത്തെ പറ്റി ആലോചിച്ചു, പല്ല് വെച്ചു, പല രീതിയിൽ. അത് ശരിക്കും മമ്മൂക്ക എങ്ങനെയാന്നു, പക്ഷെ ക്യാരക്ടർ എങ്ങനെയാന്ന് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും അതിശയിച്ചു പോകും. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അന്ന് ഞാനയിലാണെന്ന് തോന്നുന്നു, ഞാനിലെ വെള്ളി നക്ഷത്രത്തിൽ വന്ന് ഒരു പടം ഇതിൻ്റെ ആദ്യത്തെ സ്റ്റില്ലിട്ടിട്ട് ആരാണെന്ന് അറിയാമോ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു. കാരണം അത്രത്തോളം വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഡബ്ബിങ് സാധാരണ വളരെ ഘനഗംഭീരമുള്ള ശബ്ദമുള്ള അദ്ദേഹം വളരെ ഒരു തിന്നായിട്ടുള്ള അത് ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെയാണ് അത് ഡബ് ചെയ്തത്. അങ്ങനെ ഒരു ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം മമ്മൂക്കയെ സംബന്ധിച്ചോളം ഇത്രയും സിനിമകൾ ചെയ്ത ആൾ ഇപ്പോൾ ആനിയനെ സൂര്യമാനസം എന്നൊരു സിനിമ പെട്ടെന്ന് ഓർത്ത് പറഞ്ഞാൽ അതിനൊരു ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ പറയില്ല. അപ്പോൾ ആ ഡിഫറൻസ് തന്നെയാണ് ആ സിനിമയുടെ വിജയം എന്ന്. സർ ശരിക്കും സർ ഫിലിം ഫീൽഡിലേക്ക് വരുമ്പോഴത്തേന് ഇപ്പം റിയലി സാറിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ സർ ഒരു ഡയറക്ടർ ആവാനായിരുന്നോ സാറിൻ്റെ ആഗ്രഹം? ബിക്കോസ് വൈ ഐ ആസ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് സാറിന് പല പ്രാവശ്യം ഞാൻ സ്ക്രീൻസിൽ കണ്ടിട്ടുണ്ട്, ഓൺ സ്ക്രീൻസിൽ കണ്ടിട്ടുണ്ട്. അപ്പം സാറിൻ്റെ ഉള്ളിൽ അഭിനയിക്കാൻ ഒരു ഇഷ്ടമുണ്ടായിരുന്നോ എന്നൊക്കെ ഒരു ചെറിയൊരു സംശയം. ബേസിക്കലി ആക്ടർ ആവാനാണ് ഉദ്ദേശിച്ചത്. ഞാൻ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ നാടകങ്ങളിൽ അഭിനയിക്കുകയും നാടകം ഡയറക്റ്റും ചെയ്യുമായിരുന്നു. എങ്കിലും അഭിനയം തന്നെയായിരുന്നു മനസ്സിലെ ആഗ്രഹം. പക്ഷേ നമുക്ക് ഇൻഡസ്ട്രിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊരു എനിക്ക് അത് നമുക്കുണ്ടെന്ന് തിരിച്ചറിവാണല്ലോ. നമ്മുടെ ഒരു ഞാൻ പറയുന്നത്, ഞാൻ 23-ാമത്തെ വയസ്സിലാണ് ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ കോളേജ് സ്റ്റഡീസ് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങി. പിന്നെ അത് പഠിത്തം അങ്ങോട്ട് കഴിഞ്ഞതും ഞാൻ ബാലേന്ദ്ര മേനോൻ സാറിനോട് ജോയിൻ ചെയ്തു. 5 വർഷത്തോളം അദ്ദേഹത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 5-ാമത്തെ വർഷം തന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്തു പടം. അപ്പം വളരെ ഞാൻ 18-ാമത്തെ വയസ്സിൽ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞാൻ ഏകദേശം ഇതിലേക്ക് വന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ജോയിൻ ചെയ്തു. പിന്നെ 5 വർഷം കഴിഞ്ഞ് 23-ാമത്തെ വയസ്സിൽ ആദ്യത്തെ പടം ഡയറക്റ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ സർ ശരിക്കും ഫിലിമിൽ വരുന്നതേ അഭിനയിക്കാൻ എന്ന് പറഞ്ഞാണ്. അപ്പൊ സാറിന് ആ തിരിച്ചറിവ് എങ്ങനെ മനസ്സിലായി? അല്ല, ദിസ് ഇസ് നോട്ട് മൈ പാത്ത്, ദിസ് ഇസ് മൈ പാത്ത്. ഹൗ യു ചൂസ് ദാറ്റ്? അങ്ങനെ ദാറ്റ് ഇസ് നോട്ട് മൈ പാത്ത് എന്ന് ഞാൻ വെച്ചിട്ടില്ല. പക്ഷേ ബെറ്റർ എന്ന് പറയുന്ന കുറച്ച് നമുക്ക് സിനിമ എന്ന് പറയുമ്പോൾ സിനിമ എപ്പോഴും ഫുൾ കൺട്രോൾ ചെയ്യുന്ന ഡയറക്ടർ തന്നെയാണ്. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്ന ഡയറക്ടർ. അപ്പം അത് തന്നെയാണ് ഒരു സിനിമയ്ക്ക് നമ്മൾ ഒരു സിനിമ എപ്പോഴും എവിടെ പോയാലും നമ്മൾ ഫസ്റ്റ് നിൽക്കണമെന്ന് ആഗ്രഹിക്കും, മനസ്സുകൊണ്ട് ലീഡർഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഉള്ളിൽ അതായിരുന്നു ആഗ്രഹം. ഓക്കെ, അതുകൊണ്ട് സർ യു സെലക്ടഡ് ടു ബി ഡയറക്ടർ. അപ്പൊ അത് ശരിക്കും ഒരു അണ്ടർ സംവൺ വർക്ക് ചെയ്യണം എന്ന് സാറിന് തോന്നി. അത് ഡയറക്റ്റ് ആയിട്ട് സാർ മേനൻ സാറിനെ കണ്ടുപിടിച്ചത് എങ്ങനെ? അന്ന് മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സിൽ ഒരാളായിരുന്നു അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും നല്ല സിനിമകളും പിന്നെ ഒരു വൺ മാൻ ഷോ ആയിരുന്നു അദ്ദേഹം. ബാലേന്ദ്ര മേനോന്റെ സിനിമ അതായിരുന്നു എനിക്ക് അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തിനോട് ജോയിൻ ചെയ്തത്. അദ്ദേഹം പോയിടത്തെല്ലാം പുറകെ പോയി അങ്ങനെ ബുദ്ധിമുട്ടി തന്നെ ശല്യം ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം തട്ടാൻ പറ്റാത്ത ആൾക്കാരെ കൊണ്ടൊക്കെ പറയുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞ മേനോൻ അങ്കിള് ശല്യം സഹിക്കാൻ വയ്യാതെ അങ്കിളെ പേടിച്ചു അന്ന് നിന്നോ എന്ന് പറഞ്ഞേച്ച് നിർത്തുക. പക്ഷെ ലേറ്റർ യു ബിക്കേം ആൻ അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് അതും ആക്ച്വലി ഞങ്ങൾ തമ്മിലുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പടത്തിലേക്ക് വേണ്ടിയായിരുന്നു, ഒരു സിനിമയ്ക്ക് നിർത്താന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ ഒരു സിനിമ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു യു കണ്ടിന്യൂ വിത്ത് മീ. എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം എപ്പോഴും നമ്മൾ ഒരു ഫുൾ ഡെഡിക്കേറ്റഡ് ചെയ്താൽ മാത്രമേ ആ സാധനം നമുക്ക്
നമുക്കെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. അതെ. പിന്നെ സാറിന് ഭക്ഷണത്തോടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് ചേച്ചി പറഞ്ഞു എനിക്കറിയാം. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? മീനോ ഇറച്ചിയോ? അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അങ്ങനെ നോൺ വെജ് വേണമെന്ന് നിർബന്ധമില്ല. എന്തായാലും നേരത്തെ ആദ്യം ആനി പറഞ്ഞതുപോലെ തന്നെ കഴിക്കുന്നത് ടേസ്റ്റ് ഉണ്ടാവണം. അല്ലാതെ നമ്മൾ ഒരു ചടങ്ങിന് വേണ്ടി കഴിക്കാൻ നമുക്ക് താല്പര്യമില്ല. ഭക്ഷണം കഴിച്ചിരിക്കും കുഴപ്പമില്ല, എനിക്ക് കഴിക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ദിവസങ്ങളുണ്ട്. പിന്നെ വർഷത്തിലൊരു പകുതി കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്യാനായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് അങ്ങനെ ഇന്നത് വേണമല്ലോ. പക്ഷേ കുറച്ചേ കഴിക്കത്തുള്ളൂ. കഴിക്കുന്നത് ടേസ്റ്റോട് കഴിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മുടെ ഫിലിമിലൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂറ്റി നോക്കാനും ഒക്കെ ആയിട്ട് നമുക്കിപ്പോൾ മോണിറ്റേഴ്സ് ഉണ്ട്. ഇത് തന്നെയായിരുന്നു കണ്ടിന്യൂറ്റി. മറ്റേ ക്യാമറ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ നോക്കും. പക്ഷേ പണ്ടൊക്കെ ഞാൻ ഇപ്പം ഉർവശി ചേച്ചി അല്ലെങ്കിൽ കൽപ്പന ചേച്ചിയൊക്കെ പറഞ്ഞ അനുഭവം വെച്ച് ഞാൻ പറയുക, സാറിന് ഭയങ്കര ഓർമ്മശക്തിയായിരുന്നു. ബാക്കി അസിസ്റ്റൻസ് നോക്കിയാൽ പോലും അവർക്ക് തെറ്റിയാൽ പോലും സാർ ഭയങ്കരമായിട്ട് അത് പോയിന്റ് ഔട്ട് ചെയ്യും. ഇതല്ല അതായിരുന്നു എന്ന് പറഞ്ഞിട്ട് സാർ അത് ഭയങ്കരമായിട്ട് പോയിന്റ് ആയിട്ട് ഇത് ആകെ ചെയ്ത് അതാണെന്ന് വെക്കും. സാർ അത് അത്ര കീൻ ആയിട്ടാണോ സാർ ഈച്ച് ആൻഡ് എവറിത്തിങ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്? അതൊരു പറയുമ്പോൾ ഞാനൊരു അനുഭവം പറയാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സിനിമയിൽ നിൽക്കാൻ വന്ന ആൾ ഞാൻ വരേന്ദ്ര മേനോൻ സാറിൻ്റെ കൂടെ വീണ്ടും സിനിമയിൽ വർക്ക് ചെയ്യാൻ പോയതിൻ്റെ ഒരു കാരണം അതായിരുന്നു. അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ഈ റെക്കോർഡിംഗ് ഒന്നുമില്ല, നമ്മുടെ വോയിസ് റെക്കോർഡിംഗ് ഒന്നുമില്ല. അപ്പോൾ നമ്മളൊന്ന് അത് വരേന്ദ്ര മേനോൻ സാറാണ്, അദ്ദേഹം തന്നെ എഴുതിയ സ്ക്രിപ്റ്റാണ്. അദ്ദേഹം സ്പോണ്ടേനിയസ് ആയിട്ട് ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹം മാറ്റിയായിരിക്കും പറയുന്നത്. അറിയായിരിക്കുമല്ലോ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള പുള്ളി ആ ഡയലോഗ് മാറ്റി പറയും. അപ്പോൾ ഇത് പിന്നെ അത് ആ സമയത്തൊന്നും എഴുതി വയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാനൊരു ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യായിരുന്നു. റെക്കോർഡ് ചെയ്തിട്ട് അപ്പം നേരത്തെ ഉണ്ടായിരുന്നു, അങ്ങനെ സിസ്റ്റം ഉണ്ടായിരുന്നു റെക്കോർഡ് ചെയ്യാനും. പക്ഷേ അത് എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ, എവിടെയോ റെക്കോർഡ് ചെയ്തു, എത്രയോ ദിവസം കഴിഞ്ഞായിരിക്കും ഡബ്ബിങ് വരുന്നത്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്ത് ഞാൻ രാത്രി ഷൂട്ടിങ് കഴിഞ്ഞ് പോയിട്ട് ആ ടേപ്പ് മൊത്തം ഇട്ട് കേട്ടിട്ട് 0 സെറ്റ് ചെയ്തെടുത്തിട്ട് അവിടെ കൗണ്ട് എഴുതി വയ്ക്കുമായിരുന്നു. ഇന്ന സീനിലെ ഇന്ന ഷോട്ടിലെ ഇന്ന ഡയലോഗ് ഇന്ന കൗണ്ടിൽ വരുമെന്ന് വെച്ചു. അത് കംപ്ലീറ്റ് ഒരു റിപ്പോർട്ട് ബുക്ക് ഉണ്ടാക്കി വെച്ചു. അപ്പം ഡബ്ബിങ് സമയത്ത് വരുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ഇല്ലാന്ന് മാത്രമല്ല, അവിടെ ചെന്നപ്പോഴത്തേക്ക് അത് അപ്പം വരേന്ദ്ര മേനോൻ സാർ തട്ട തുറക്കുന്ന പറയും, ഞാൻ ഈ ഡയലോഗ് പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഞാനിത് പറഞ്ഞിട്ടേ ഇല്ല, ഇതല്ല ഞാൻ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എന്നെ അന്ന് ഹെൽപ്പ് ചെയ്തത് അന്ന് ചിത്രാഞ്ജലിയിലെ സൗണ്ട് എഞ്ചിനീയർ ഹരികുമാർ. ഹരിപ്പം ഫ്രീലാൻസ് ഏറ്റവും നല്ലൊരു DTS മിക്സ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഹരി ഞാനും കൂടെ ചെന്നിട്ട് ഇത് ചിത്രാഞ്ജലിയിൽ നമ്മൾ ഈ ടേപ്പ് കറക്റ്റായിട്ട് അവരുടെ സെറ്റിലിട്ട് പ്ലേ ചെയ്തിട്ട് ഇത് കറക്റ്റായിട്ട് ലിപ്പിൽ സിങ്ക് ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കും. എന്നെ ഇങ്ങനെ നോക്കി, വരേന്ദ്ര സാർ ഇങ്ങനെ നോക്കി. അപ്പോൾ ഇത് തന്നെ ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ തർക്കിക്കാൻ ഒക്കത്തില്ല, വഴക്കുണ്ടാക്കാൻ ഒക്കത്തില്ല. അതൊരു കാരണമാണ് ഞാൻ അവിടെ അദ്ദേഹത്തോടൊപ്പം കണ്ടിന്യൂ ചെയ്യാൻ. അത് അപ്പോൾ ഇത്രയും കാലം നോക്കിയിട്ടും ഇത്രയും ആരും ചെയ്തിട്ടില്ല. ഓ നീ ഇത് ചെയ്തോ, നിങ്ങൾ നോട്ടം മാത്രമേ ഉണ്ടായിരുന്നു. അതെ, ശരിക്കും ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കണമെന്നുണ്ട്. എന്നാന്നറിയാമോ, നമ്മുടെ ഈ നാട്ടില് നമ്മുടെ കേരള എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രിയാണ്. നമ്മുടെ നാട് ഭയങ്കര മനോഹരമാണ്, അതിനകത്ത് യാതൊരു തർക്കമില്ല. പക്ഷേ നമ്മുടെ സിനിമയിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഒരു പാടവോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സീനറിയോ എന്നതേലും ഒന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറം രാജ്യത്ത് പോകും. ദാറ്റ് മീൻസ് മെഡ്രാസ് പോവും, അല്ലെങ്കിൽ ആന്ധ്ര പോവും, അല്ലെങ്കിൽ കന്നഡയിൽ പോവും, എന്നേലും പോവും. നമ്മളത് നമ്മുടെ നാട്ടുമുറങ്ങളെയൊക്കെ ഒന്ന് മറന്നേച്ച് അപ്പുറത്തോട്ട് പോകുന്നേ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൻപുറങ്ങളുടെ കാര്യം അനി പറഞ്ഞല്ലോ. അനിപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്നു, ഇവിടെ ഒരു കുക്കിംഗ് ഷോ നടത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കാറ്ററിംഗ് നടത്തിയിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം കേരളത്തിൽ നിന്ന് കിട്ടുമോ? പച്ചക്കറി കിട്ടുമോ? ഓ ഇല്ല. അരി കിട്ടുമോ? ഓ ഇല്ല. പിന്നെ ഇറച്ചിയുണ്ടോ? അതുമില്ല. പിന്നെ ഇപ്പം എന്താ എല്ലാത്തിനും തമിഴ്നാടിനെയോ ആന്ധ്രാപ്രദേശിനെയോ കർണാടകയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ ഷൂട്ടിങ്ങിനും അങ്ങനെ ആയി. കേരളത്തിൽ ഇപ്പോൾ ഗ്രാമങ്ങളില്ല. കേരളത്തിൻ്റെ അതിർത്തി കയറി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അടുത്ത അതിർത്തി വരെ പോകുന്ന ഒറ്റ സിറ്റി ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. കാര്യം എവിടെയാണ് ഗ്രാമമുള്ളത്? നമ്മൾ ഈ ഹൈവേ വഴി ഒഴിച്ചു നോക്കും. നമ്മൾ മറ്റ് സ്റ്റേജിൽ പോയിക്കോളും. ഇപ്പം തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകയിലോ ഉള്ള നമ്മുടെ സ്റ്റേറ്റിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ ഹൈവേ വഴി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയോ ഓപ്പൺ സ്പേസും നമുക്ക് എത്രയോ പാടങ്ങളുണ്ടാകും, അല്ലെങ്കിൽ എത്രയോ കൃഷി സ്ഥലങ്ങളുണ്ടാകും. കേരളത്തിൽ എവിടെ ഉണ്ട്? ഹൈവേയിൽ കയറി നോക്കൂ, ഹൈവേയിൽ എവിടെയുണ്ട്? ഒന്നുമില്ല. എല്ലായിടവും ബിൽഡിങ്ങുകളും. അങ്ങനെ അപ്പം ഒരു സിറ്റിയായി മാറി കേരളം. മൊത്തത്തിൽ സിറ്റിയായി, ടോട്ടലി ഒരു കൺസ്യൂമർ സ്റ്റേറ്റായി മാറി കേരളം. ഇവിടെ ഒന്നും പ്രൊഡക്ഷൻ ഒന്നുമില്ല. എല്ലാം എന്തിനാ? ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോറി ഓണ സമയത്ത് ലോറി സമരം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓണം ആഘോഷിക്കാൻ നോക്കിയല്ല. വളരെ ശരി. ഉടനെ വീട്ടമ്മമാർക്കൊക്കെ ടെൻഷൻ, അയ്യോ ഉള്ളിയില്ലേ, അരിയില്ലേ, ഒന്നുമില്ല. പിന്നെ ടോട്ടലി നമ്മൾ മറ്റു സ്റ്റേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ് എല്ലാ കാര്യത്തിലും. ഇപ്പം കേരളം എന്ന് ഞാൻ കേരയുടെ നാട്, അതായത് നാളികേരത്തിൻ്റെ നാട്, തെങ്ങിൻ്റെ നാട്. ഇന്ന് കരിക്ക് വേണമെങ്കിലും തേങ്ങ വേണമെങ്കിലും തമിഴ്നാട്ടിൽ ഒന്നീ പൊള്ളാച്ചി എന്ന് വരണം, അല്ലെങ്കിൽ മധുര ഭാഗത്ത് നിന്ന് വരണം. നമുക്ക് ഇനിയിപ്പോൾ അതിനുവേണ്ടിയൊക്കെ നമുക്ക് ഇന്നത്തെ ജനറേഷൻ അതിനുവേണ്ടി ഒരു നല്ലൊരു ആൾക്കാർ പറയുന്നതാണല്ലോ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിനെങ്കിലും വേണ്ടി ഒരു പച്ചക്കറി തോട്ടം.
ഞങ്ങളിപ്പോൾ ഗവൺമെൻറ് സഹകരണത്തോടെ കാർഷിക ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ അവരുടെ കാർഷിക കർമ്മസേന എന്നൊരു സംഭവം 1500 ഗ്രോ ബാഗാണ് ഞങ്ങളിപ്പോൾ ക്ലബ്ബിൽ വെച്ചിരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ക്ലബ്ബിലേക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് നാടൻ വെജിറ്റബിൾസ് ഞങ്ങൾ അവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ കുറേശ്ശെ നമുക്ക് മറ്റ് മെമ്പർമാർക്ക് കൊടുക്കാവുന്നുള്ളൊരവസ്ഥയിലേക്കും കൂടെ വരികയാണ്. ഇപ്പം പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത, കാരണം പലതും നമുക്കിപ്പം തമിഴ്നാട്ടിൽ നിന്നും അല്ലെങ്കിൽ അവിടെ നിന്ന് വരുമ്പോൾ നാച്ചുറലി അവർക്ക് പ്രിസർവേറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ അത് ചീത്തയായി പോകും. അതൊന്നും ഇല്ലാതെ നമുക്ക് ഭക്ഷണം. അത് സത്യമാണ് സാർ പറയുന്ന ഒരു കാര്യം എന്നല്ല. ഒരു വെണ്ടയുടെ മൂട്, ഒരു 2 വെണ്ടയുടെ മൂട് ഉണ്ടെങ്കിൽ ഒന്നുമില്ല, നമുക്ക് അന്നത്തെ സാമ്പാറിനിടാനുള്ള വെണ്ടയ്ക്ക് ഒരു കൊണ്ടാട്ടം ഉണ്ടാക്കാം, എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. അന്നേരം ഒരു നേരത്തെ കറി പോകാനുള്ളതല്ലോ നമുക്ക് കിട്ടും. അതുപോലെ 2 പാവയ്ക്ക ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ കുറച്ച് മറ്റേ കോവയ്ക്ക ഉണ്ടെങ്കിൽ, അങ്ങനെ പലതും നമുക്ക് കുറച്ച് നമുക്ക് വീട്ടിൽ നടാന്നുള്ളത്. ശരിയാ, നമ്മുടെ നാട്ടില് ചീര നടാം. ചീര നമുക്ക് കിട്ടുന്ന ഏറ്റവും വിഷം കയറുന്ന ചീരയാണ് കിട്ടുന്നത്. കാര്യം അല്ലെങ്കിൽ പുഴുക്കുത്ത് വരാതിരിക്കാൻ വേണ്ടി അവര് ചീര വളർന്നു വരുമ്പോൾ തന്നെ അതിലങ്ങ് സ്പ്രേ ചെയ്യും. അപ്പൊ അതുപോലെ കരിവേപ്പില, ഏറ്റവും കൂടുതൽ വിഷമുള്ളത് കരിവേപ്പിലയാണെന്ന് പറയുന്നത്. ഇതുപോലെയൊക്കെ നമുക്കും വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കാന്നേ ഉള്ളൂ. സാറ് പറഞ്ഞ പോലെ ഒരു കുറച്ച് മതിയെന്നേ. അതിന്റെയൊക്കെ ഒരു എന്താ പറയാ, ഒരു നല്ല പ്രോത്സാഹനം സാറ് നമുക്ക് മാക്സിമം ക്ലാസ് ഒക്കെ തരും കേട്ടോ. അത് വേറെ കാര്യം, നമുക്ക് ക്ലാസ് മേടിക്കാം. സാർ ഇപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റിൽ നല്ലൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്, നമുക്ക് സാറ് ക്ലാസ് എടുത്തരും. അതിന് മുമ്പ്, ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഒരു എനർജി വേണം. അതിന് മുമ്പ് ഞാൻ സാറിന് ഞാൻ ഉണ്ടാക്കിയ മട്ടണും പത്തിരിയും ഒന്ന് കൊടുക്കട്ടെ. ആനിയുടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാളും ഡെലീഷ്യസ് ആയിട്ടുള്ളത് ആനിയുടെ ഈ സംസാരമാണ്. പ്രത്യേകിച്ചും തിരുവല്ല, ചെങ്ങന്നൂർ ഭാഗം. ഒറ്റയ്ക്ക് കഴിക്കാനോ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്നുവെച്ച് സാറ് കഴിച്ചേച്ച് ഞാൻ ബാക്കി മുഴുവൻ ഇങ്ങോട്ട് നീക്കി വെച്ചേച്ച് കഴിച്ചാലാം. അത് രാജസ്ഥാനിൽ പേരിട്ടില്ലെങ്കിലും നാടൻ മട്ടൺ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് that is quite natural. Annie's touch is there as always. എൻ്റെ ഭക്ഷണത്തിൻ്റെ ശീലത്തിൽ പെട്ടതാണ് ഈ മധ്യ തിരുവിതാംകൂർ, പ്രത്യേകിച്ച് കോട്ടയം. കാര്യം എൻ്റെ മദർ, എൻ്റെ ഫാദർ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. അപ്പം ഞങ്ങൾ ആ ഭാഗത്താണ് കൂടുതൽ താമസിച്ചിട്ടുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ചും ഈ നമ്മുടെ ഈ കോട്ടയം മീൻ കറി എന്ന് പറഞ്ഞല്ലേ, ഇതിട്ട് മറ്റേ മുളക് കറി, അത് ആഴ്ചയിൽ ഉണ്ടാക്കി വെച്ച് ഒരാഴ്ച വരെ വീട്ടിൽ വെച്ചേക്കണം. കനലയിൽ ഇങ്ങനെ പറ്റിച്ച് വയ്ക്കണം. എന്നുവെച്ച് അത് ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ പഴയങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാം. എന്നാ ടേസ്റ്റാന്നോ അറിയാമോ, ഓരോ ദിവസം അതുപോലത്തെ ഒരു ഇത് തന്നെയാണ് ഇതും. ഒരു അവിടുത്തെ അങ്ങോട്ടുള്ള ഒരു സിറിയൻ ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത്. ടച്ച് ഈസ് ഓൾവേസ് ദാറ്റ്. ഇനിയിപ്പോ ധൈര്യമല്ലേ, തമ്പി സർ കറക്റ്റ് ആയിട്ട് പറയും, അതിൻ്റെ ഉള്ള ഏറ്റക്കുറച്ചിലൊക്കെ അങ്ങനെ തന്നെ പറയും. ഇനി ഒരു കാര്യം സർ, നമ്മൾ വീട്ടു വിശേഷം ഒന്നും ചോദിച്ചില്ല. ചേച്ചി പിള്ളേരെയും എല്ലാം എനിക്ക് നല്ലോണം അറിയാം, അതുകൊണ്ട് ഞാൻ ചോദിക്കുവല്ല. സാറായിട്ട് വിശേഷം പ്രേക്ഷകർക്കൊന്ന് പറയണം. ഭാര്യ അറിയാലോ? അറിയാം, പ്രിയ പേര്. ജഗന്നാഥ വർമ്മയുടെ മകളായിരുന്നു. എനിക്ക് 2 മക്കളാണ്. മൂത്തയാൾ പാർവതി, രണ്ടാമത്തെ ആൾ അഭയ് ഋഷികേശ്. സർ ഇനി ഫിലിമിൽ പുതിയ പ്രോജക്റ്റ് ഏതാ ചെയ്യുന്നത്? പുതിയ പ്രോജക്റ്റിൻ്റെ ഒരു വർക്ക് നടക്കുകയാണ് ഇപ്പം. അടുത്ത വർഷം തുടങ്ങണം. പൃഥ്വിരാജാണ് ഹീറോ, രഞ്ജി പണിക്കർ സ്ക്രിപ്റ്റ് ചെയ്യുന്നു. പുതിയ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി അല്ല, അത് കുറച്ചൊരു എന്താ പറയുക, ഒരു ഹിസ്റ്റോറിക്കൽ മൂവിയാണ്.